ഈ വാർഡിൻ്റെ കൂടി മെമ്പറായ ഷാജഹാൻ പാങ്ങോട്, ഉളിയങ്കോട് വാർഡിൻ്റെ പ്രിയങ്കരിയായ മെമ്പർ ഹാജിസ ടീച്ചർ, വാമനപുരം മണ്ഡലം സെക്രട്ടറി തൻസീർ കല്ലറ, പ്രിയപ്പെട്ട ജനാധിപത്യ മതേതര വിശ്വാസികൾ, ഓരോ സ്വാതന്ത്ര്യ ദിനങ്ങളും നമ്മുടെ പൂർവികന്മാർ സഹിച്ച ത്യാഗത്തിൻ്റെ, സമരങ്ങളുടെ, പോരാട്ടങ്ങളുടെ ഒക്കെ ഒരു ഓർമ്മപ്പെടുത്തൽ നമ്മുടെ മനസ്സിൽ, ഹൃദയങ്ങളിൽ എപ്പോഴും ഉണ്ടാകണം. ഈ 80ാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ്. ഓരോ സ്വാതന്ത്ര്യം കഴിയുമ്പോഴും വീണ്ടും രാജ്യത്തിൻ്റെ പല പ്രതലങ്ങളിലും സ്വാതന്ത്ര്യത്തിനായിട്ടുള്ള പ്രാദേശികമായ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, വൈദേശിക ശക്തികൾ 1498 വാസ്കോഡ ഗാമയുടെ വരവോടുകൂടിയാണ് സാമ്രാജ്യത്വ ശക്തികൾ രാജ്യത്ത് കൂട്ടം കൂട്ടമായി വന്നു തുടങ്ങിയത്. ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ഈ രാജ്യം ചെറിയ നാട്ടുരാജ്യങ്ങളായി, ചെറിയ പ്രദേശങ്ങളായി, അവരവരുടെ കാര്യം നോക്കി, ചെറിയ പ്രദേശങ്ങളുടെ ഭരണം നോക്കി, അയൽ രാജ്യങ്ങളുമായി ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ പരിഹരിക്കപ്പെട്ടുകൊണ്ട് അവരിങ്ങനെ ഭരണം നോക്കി പോയ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ അവിടേക്ക് കടന്നു വന്ന് കച്ചവടത്തിനായി വന്ന് ഈ രാജ്യത്തിൻ്റെ അധികാരം പിടിച്ചെടുത്ത് ഇവിടുത്തെ ജനങ്ങളെ അടിമകളാക്കി അവരിൽ നിന്നാണ് രാജ്യം സ്വാതന്ത്ര്യം വാങ്ങിയത്. ഈ രാജ്യങ്ങളെ, ഈ ചെറു നാട്ടുരാജ്യങ്ങളെ പരസ്പരം തമ്മിലടിപ്പിച്ച് ഡിവൈഡ് ആൻഡ് റൂളിലൂടെ ബ്രിട്ടീഷുകാർ ഈ രാജ്യത്തെ അവരുടെ കാൽച്ചുവട്ടിൽ അടിച്ചമർത്തുകയായിരുന്നു. നമ്മുടെ ഭരണഘടന, നമുക്ക് വിഭാവനം ചെയ്യുന്ന ഭരണഘടന പറയുന്നത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം എന്നതാണ്. നമ്മൾ ഒരുമിച്ച് നിൽക്കുക, പല വിഭിന്നമായ ആശയങ്ങളും വേഷവിധാനങ്ങളും ഭാഷയും സംസ്കാരവും മതവും ഒക്കെ ഉള്ളവർ ഇന്ത്യ എന്നൊരു വിശാലമായ കാഴ്ചപ്പാടിൽ ഒരുമിച്ച് നിൽക്കുക എന്നതാണ് നമ്മുടെ ഭരണഘടന പഠിപ്പിക്കുന്നത്. ഇന്ത്യ ചെറു രാജ്യങ്ങളായിരിക്കുമ്പോൾ തന്നെ ബ്രിട്ടീഷുകാരെ ഇവിടുന്ന് തുരത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് സമരങ്ങളും പോരാട്ടങ്ങളും നടത്തിയിരുന്നു. പക്ഷേ ഇന്ത്യ എന്നൊരു വിശാലമായ കാഴ്ചപ്പാടിൽ 1857 നാനാ സാഹിബിന്റെ നേതൃത്വത്തിൽ 1ാം സ്വാതന്ത്ര്യ സമരം എന്ന പേരിലാണ് രാജ്യത്ത് ഒരു ഇന്ത്യ എന്ന വിശാലമായ സ്വാതന്ത്ര്യം ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചത്. അതുകൊണ്ടാണ് 1857 സമരത്തെ 1ാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് ആ ഇന്ത്യയിലെ ജനങ്ങളെ അവസാനം കോർത്തിണക്കി ഈ രാജ്യത്തെ സ്വാതന്ത്ര്യം വാങ്ങിത്തന്ന ഗാന്ധിജിയെ നമ്മളെല്ലാം മഹാത്മാ എന്ന വിശേഷണം നൽകിയാണ് ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും. അത്രത്തോളം പ്രാധാന്യമുണ്ട് നമ്മുടെ രാജ്യത്തിലെ ഓരോ സമരങ്ങളും ചരിത്രങ്ങളും എന്നത് നാം വിസ്മരിച്ചു പോകരുത്. നമ്മൾ ഇന്നിരിക്കുന്ന ഈ പ്രദേശത്ത് കല്ലറ പാങ്ങോട് സമരം എന്ന പേരിൽ വളരെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സമരം നടന്നിട്ടുണ്ട്. കൊച്ചപ്പിപ്പിള്ളയും ജമാൽ മുഹമ്മദ് ലിപ്പയും കൊച്ചു നാരായണൻ ആശാരിയും പട്ടാളം കൃഷ്ണപിള്ളയെ പോലുള്ളവർ ഒരുപാട് പേർ ത്യാഗം സഹിച്ച് ബ്രിട്ടീഷുകാരുടെ അധിക ചുമത്തിനെതിരെ ഇവിടെ സമരം ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ പൂർവികന്മാരാണ്. നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്നതാണ്. രാജ്യത്തിന്റെ, ഇന്ത്യയുടെ പോരാട്ട ചരിത്രത്തിൽ നമ്മുടെ പൂർവികന്മാർ, നമ്മുടെ കല്ലറ പാങ്ങോട് പ്രദേശത്തുള്ളവർ പങ്കുവഹിച്ചു എന്നത് അഭിമാനകരമായ നേട്ടമാണ്. ഇന്നറിയാം, അന്ന് ബ്രിട്ടീഷുകാർക്ക് സമരം ഒറ്റിക്കൊടുത്ത, സ്വാതന്ത്ര്യ സമരം ഒറ്റിക്കൊടുത്ത ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിയവർ ഇന്ന് രാജ്യസ്നേഹിയും വീരപുത്രന്മാരുമാകുന്ന ചരിത്രത്തിലാണ് നാം ഉള്ളത്. അതുകൊണ്ട് ഇന്ത്യയുടെ ചരിത്രം ഓരോ ദിവസവും, നമ്മുടെ ഭരണഘടനയും ഓരോ ദിവസവും നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന, പങ്കുവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. നമ്മുടെ രാജ്യം വിശാലമായ കാഴ്ചപ്പാടിലൂടെ വളർന്നു വരേണ്ടതാണ്. നമ്മൾ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്, എൻ്റെ മുമ്പിരിക്കുന്ന പഠിക്കുന്ന, ഇനി പലതും നേടിയെടുക്കാനുള്ള കുട്ടികളാണ്. നമ്മുടെ അടുത്തിരിക്കുന്ന കുട്ടിയുടെ ജാതിയും മതവുമല്ല നമ്മൾ തിരക്കേണ്ടത്. അവര് വിദ്യാഭ്യാസം, അവര് ആഹാരം കഴിച്ചോ, അവര് ഫീസ് അടച്ചോ, അവരുടെ കുടുംബത്തിൽ ആരെങ്കിലും രോഗിയുണ്ടോ, ആ രോഗിയുണ്ടെങ്കിൽ അവരെ നമ്മുടെ പിതാക്കന്മാരോട്, നമ്മുടെ രക്ഷകർത്താക്കളോട് പറഞ്ഞ് എങ്ങനെ നമുക്ക് സഹായിക്കാം എന്നതിലൊക്കെ ആയിരിക്കണം നമ്മുടെ കുട്ടികൾ ഊന്നൽ നൽകേണ്ടത്. നമുക്കറിയാം, വിദ്യാർത്ഥികളുടെ സമരങ്ങൾക്ക്, വിദ്യാർത്ഥികളുടെ നിലപാടുകൾക്ക് ഇന്ന് കാലിക പ്രസക്തിയുള്ള സമയത്താണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഡൽഹിയിലെ തെരുവോരങ്ങളിൽ ഭരണകൂടം പാറ്റകളുടെ സമരമെന്ന് കളിയാക്കി വിളിച്ച ആ സമരത്തെ ഡൽഹി തെരുവോരങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുന്ന ഒരു സാഹചര്യം വന്നു. അതിന് 2 വർഷം മുമ്പ് കർഷകർ 2 വർഷത്തോളം സമരം ചെയ്തിട്ട് ഭരണകൂടം ഒരു ഭയപ്പാടോ ഒന്നും ഉണ്ടായില്ല. പക്ഷേ അതിനുശേഷം കർഷകർ, വിദ്യാർത്ഥികൾ സമരം ചെയ്തപ്പോൾ, യുവാക്കൾ സമരം ചെയ്തപ്പോൾ ഭരണകൂടം ഭയപ്പെടുകയും നീറ്റ് പരീക്ഷയിലെ ചോദ്യപേപ്പർ ചോർന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ നേരിട്ട
വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുകയും ചെയ്തത് നാം കണ്ടതാണ്. അതുകൊണ്ട് വിദ്യാർത്ഥികൾ നമ്മുടെ ഈ നാളെ നിങ്ങളുടെ പേരിലായിരിക്കും നമ്മുടെ നാട് അറിയപ്പെടുന്നത്. നിങ്ങളൊരു അധ്യാപകനാകുമ്പോൾ, നിങ്ങളൊരു പോലീസ് ഉദ്യോഗസ്ഥനാകുമ്പോൾ, നിങ്ങളൊരു വില്ലേജ് ഓഫീസർ ആകുമ്പോൾ, നിങ്ങളൊരു IAS ഓഫീസർ ആകുമ്പോൾ, എന്റെ നാട്ടുകാരനാണ് ഇന്ന ആള്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നാട്ടുകാരനാണ് ഞാൻ എന്ന് പറയുമ്പോൾ അഭിമാനകരമായ ഒരു ആവേശമാണ് നമുക്കുണ്ടാകുന്നത്. ആ അർത്ഥത്തിലേക്ക് നിങ്ങൾ എത്തണം. ഇന്ന് കുട്ടികളിലേക്ക് ഉണ്ടാകുന്ന പല തിന്മകളും പല പോരായ്മകളും ഒക്കെ ഉണ്ട്. നമ്മളെ കൂട്ടത്തിൽ ആരെങ്കിലും ലഹരിക്കോ മറ്റു വിധ്വംസ പ്രവർത്തനങ്ങൾക്കോ അടിമയാകുന്നുണ്ട് എങ്കിൽ അവരെ നാം ഉപദേശിക്കുകയും അവരുടെ കാര്യങ്ങൾ രക്ഷകർത്താക്കളോടും അതേപോലെ അധ്യാപകരോടും പറയണം. നമുക്ക് അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ വിചാരിക്കും ആ കുട്ടിയിൽ നിന്ന് നമുക്കൊരു എതിർപ്പുണ്ടാകുമെന്ന്. ഭാവിയിൽ ആ കുട്ടി നമ്മൾ ഈ പറഞ്ഞത് കാരണം നല്ലതായി നേർമാർഗത്തിലായി നല്ലൊരു നിലയിലെത്തുമ്പോൾ ആ കുട്ടിയും സ്നേഹത്തോടെ നമ്മളെ സ്മരിക്കും. നമ്മുടെ അങ്ങനെ തെറ്റുള്ളവരെ തിരുത്താനും കൂടി നമ്മൾ വിദ്യാർത്ഥികൾ തയ്യാറാകണം. ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാവർക്കും രാജ്യത്തിന്റെ 80ാം സ്വാതന്ത്ര്യ ദിനം ആശംസിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ വാമനപുരം മണ്ഡലം പ്രസിഡന്റ് ഷമീം ചുള്ളിമാറിനെ ക്ഷണിക്കുക.